ബ്രെഡും മുട്ടയൊന്നും ഇല്ലാതെ എന്ത് നോമ്പ് തുറ അല്ലേ? എന്നാലേ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പല രീതിയിലും ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് പല ഐറ്റംസും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ബ്രെഡ് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത ബ്രെഡ് ചൂടായ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഓരോ ഗ്യാപ്പിലേക്കും പതുക്കെ ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്യാപ്പിലേക്ക് മാത്രം മതിയാവും. ഏകദേശം ഈ ഒരു മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ ചെറുതായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉള്ളിയോ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ചിക്കനൊക്കെ ചേർക്കുകയാണെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ ചേർത്താലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ കാണുമ്പോൾ ആണെങ്കിലോ നല്ല അടിപൊളി വെറൈറ്റി ആയിരിക്കുകയും ചെയ്യും. പറയുമ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും ഒക്കെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.